ഏത് നിമിഷം വേണമെങ്കിലും തായ്വാനിലേക്ക് ചൈന അധിനിവേശം നടത്താമെന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ തായ്വാന്റെ സംരക്ഷണം US-ന്റെ കയ്യിലാണ് എന്ന് പല പ്രതിരോധ വിദഗ്ധരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ തായ്വാനും US-ഉമായി ഇപ്പോൾ തെറ്റിപ്പിരിയുകയാണോ എന്നുള്ള ചോദ്യമാണ് പല ആൾക്കാരും ഉയർത്തുന്നത്. കാരണം തായ്വാൻ US-ന് വലിയ രീതിയിലുള്ളൊരു തിരിച്ചടി നൽകിയിരിക്കുകയാണ്. ആഗോള സെമി കണ്ടക്ടർ വ്യവസായത്തിലാണ് ഈ തിരിച്ചടി. ഇപ്പോൾ അമേരിക്കയുടെ ആധിപത്യത്തിന് വലിയ രീതിയിലുള്ള തിരിച്ചടി തായ്വാൻ നൽകിയിരിക്കുന്നത്. ചെറിയ രാജ്യമായിട്ടുള്ള തായ്വാനാണ് ഇപ്പോൾ അമേരിക്കയെ ഇത്തരത്തിൽ നാണം കെടുത്തിയിരിക്കുന്നത്. തായ്വാൻ തങ്ങളുടെ സെമി കണ്ടക്ടർ ഉൽപ്പാദനത്തിൻ്റെ 50% അമേരിക്കൻ മണ്ണിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞ് US-ന്റെ ഈ നിർദ്ദേശം അംഗീകരിക്കില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. തായ്വാൻ ഉപപ്രധാനമന്ത്രി ചെങ് ലീ ചുൻ ബുധനാഴ്ച ഈ പ്രസ്താവന നടത്തി. തായ്വാന്റെ മുഖ്യ താരിഫ് ചർച്ചക്കാരനും ചെങ് ചി ലുങ് ആണ്. 50-50 ചിപ്പ് ഉൽപ്പാദനം വിഭജനം എന്ന ആശയം US-ൻ്റേത് മാത്രമാണെന്നും തായ്വാൻ ഒരിക്കലും ഈ ദിശയിൽ ഒരു പ്രതിബദ്ധതയും നടത്തിയിട്ടില്ലെന്നും ചെങ് വ്യക്തമാക്കി. ഇത് US-ന്റെ ആശയമാണെന്ന് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ചർച്ചാ സംഘം ഇതുപോലുള്ള ഒന്നിനോടും ഒരിക്കലും സമ്മതിച്ചിട്ടില്ല. ദയവായി ഉറപ്പ് നൽകുക, ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല, അത്തരം വ്യവസ്ഥകളൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് തായ്വാൻ നിലവിൽ പറയുന്നത്. US താരിഫുകളെക്കുറിച്ച് ചർച്ചകൾ നടത്തിയ വാഷിംഗ്ടണിൽ നിന്ന് ചെങ് അടുത്തിടെ തിരിച്ചെത്തി. ചർച്ചകളിൽ ചില പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിലും അന്തിമമായി കരാറിലെത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തായ്വാനിൽ നിന്നുള്ള സെമി കണ്ടക്ടറുകൾക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം തൽക്കാലമായി 20% താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ നീക്കം തായ്വാൻ വ്യവസായ ഗ്രൂപ്പുകൾക്കിടയിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. സെമി കണ്ടക്ടറുകൾക്ക് വലിയ താരിഫ് ചുമത്തുമെന്ന് പരിഗണിക്കുന്നുണ്ടെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും തായ്വാനിൽ സമീപ മാസങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയ്ക്കുള്ള ആവശ്യം വർദ്ധിച്ചു. ഇത് തായ്വാനും US-ഉം തമ്മിലുള്ള വ്യാപാര കമ്മിയും വർദ്ധിപ്പിച്ചു. US ഡാറ്റ പ്രകാരം US-ലേക്കുള്ള തായ്വാന്റെ കയറ്റുമതിയുടെ 70%-ലധികം ചിപ്പുകളും ഉൾപ്പെടെയുള്ള വിവര ആശയവിനിമയ സാങ്കേതിക മേഖലകളുമായി ബന്ധപ്പെട്ടതാണ്. ഈ സമ്മർദ്ദം കുറയ്ക്കുന്നതിന് US-ൽ കൂടുതൽ നിക്ഷേപിക്കാനും കൂടുതൽ അമേരിക്കൻ ഊർജ്ജം വാങ്ങാനും പ്രതിരോധ ചെലവ് GDP-യുടെ 3% കൂടുതൽ വർദ്ധിപ്പിക്കുവാനും തായ്വാൻ പ്രതിജ്ഞയെടുത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.